മര്യാദ അർഹിക്കുന്നവർക്ക് മാത്രമേ മര്യാദ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല അതെ അതുപോലെ എന്റെ ആരോഗ്യനിലയെ പറ്റിയൊന്നും താൻ ആശങ്കപ്പെടണ്ട. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴേക്കും അയാൾ മര്യാദ കൊടുക്കാതിരിക്കാനും മാത്രം അധമനാണ് എന്നൊക്കെയുള്ളത് എന്തൊരു അസഹിഷ്ണുതയുടെ വർത്തമാനമാണ്. നമ്മൾ ആ കാലത്ത് നമ്മളെ കാലം നമ്മൾ ആ രാഷ്ട്രീയ കാലത്ത് ഒരുപാട് മുന്നോട്ട് വന്നില്ലേ? നമ്മൾ ആ രാഷ്ട്രീയ കാലത്ത് ഒരുപാട് മുന്നോട്ട് വന്നില്ലേ? ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ശരി അത് സന്ദീപ് പറഞ്ഞു. അല്ല സന്ദീപ് ഈ പറഞ്ഞ വിഷയത്തെ ഒന്ന് പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആരോപണം ആയതുകൊണ്ടാണ്. സന്ദീപ് പറയൂ. ഇതൊരു വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് എന്ന് ഞാൻ ഉയർത്തിയിട്ടുള്ള ആക്ഷേപത്തെ പൂർണ്ണമായും ശരിവെക്കുന്ന വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതല്ലേ സന്ദീപ് പറയുന്നത്? അല്ല എനിക്കറിയാം. സന്ദീപ് പറഞ്ഞത് പൂർത്തിയാക്കാൻ അനുവദിക്കും. സന്ദീപ് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ സന്ദീപ് പറയുന്നത് ജനം കേൾക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് എന്നതല്ലേ? എന്തോ ഭയക്കുന്നു എന്നതല്ലേ? സന്ദീപ് പറഞ്ഞ് പൂർത്തിയായിക്കോട്ടെ. പക്ഷെ ഇയാളെ പോലുള്ളവർ അർഹിക്കുന്ന ബഹുമാനമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ബഹുമാനായിട്ടുള്ള എന്റെ സഹ പാനലിസ്റ്റിൽ നിന്ന് ബഹുമാനം ആർജിച്ചെടുക്കാനോ അദ്ദേഹത്തിന്റെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അതിൽ ജീവിക്കാനോ വേണ്ടിയിട്ടല്ല ചാനൽ ചർച്ചയിൽ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ ബഹുമാനിക്കണം എന്ന് എനിക്ക് അശേഷം താല്പര്യവുമില്ല, ആഗ്രഹവുമില്ല. അങ്ങ് ബഹുമാനിക്കേണ്ട കാര്യവുമില്ല.